ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർമ്മ സാർ ഇങ്ങനെ കിടക്കുമ്പോ ആ അംബിക മന്ത്രിയാവാൻ ഒരുങ്ങ. അതിനുള്ള കളികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോ അവരുടെ ലക്ഷ്യം അതായിരുന്നു അല്ലേ? അതിനനുവദിച്ചു കൊടുക്കരുത് രാജു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഋതു? ഇതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിക്കാരല്ലേ? അംബികയും അനന്തരം ചേർന്ന് പാർട്ടിക്കാരെ എല്ലാം കയ്യിലെടുത്തിരിക്കുക. അവരുടെ ശല്യം അടിക്കടി കൂടി വരുക. ഇനി അധികാരം കൂടി കിട്ടിയ ബാക്കി പറയാൻ വേണ്ട. ഇതൊക്കെ അണിയറയിൽ നടന്ന വലിയ പ്ലാനിങ്സിന്റെ അനന്തര ബലമാണ് ഋതു. വർമ്മ സാറിനെ വീഴ്ത്തിക്കൊണ്ട് അധികാര കസേരയിലേക്ക് കയറുക എന്ന പ്ലാനിങ്. നീ വരുന്നുണ്ട് വൈറസ്. ഒന്നേ എന്താ? നീ നിന്റെ അമ്മയും കൂടി ഇപ്പൊ പാർട്ടി ഓഫീസിലാണെന്ന് കേട്ടു. ഞങ്ങള് പാർട്ടി ഓഫീസിൽ പോയൊന്നുമല്ല. പാർട്ടി പ്രസിഡന്റ് അനന്തം പിള്ളയും കൂട്ടരും കൂടി ഞങ്ങളെ വിളിപ്പിച്ചതാ. പിന്നെ വല്യമ്മാവൻ ഇങ്ങനെ കിടക്കുമ്പോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല അമ്മ വഹിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാ വിളിച്ചേ. ഈ നാട്ടില് അതിനുള്ള യോഗ്യതയുള്ള മറ്റാരും ഇല്ലല്ലേ? യോഗ്യതയുള്ളവരൊക്കെ കാണും. പക്ഷെ വല്യമ്മാവൻ കഴിഞ്ഞ ആ സ്ഥാനം വഹിക്കാനുള്ള അർഹത എന്റെ അമ്മയ്ക്കാ. അതൊന്ന് കാണണല്ലോ. അച്ഛനെ കട്ടിലിനാക്കിയിട്ട് അവരുടെ കസേരകളി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ആ ബോംബ് സ്ഫോടനത്തിന് പിന്നില് ഇവരായിരുന്നു. ദേ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ആരോപണമൊന്നും എന്റെയും എന്റെ അമ്മയുടെ മേല് അടിച്ചേൽപ്പിക്കരുത്. നീയൊക്കെ എത്ര വെല്ലുവിളികൾ നടത്തിയാലും വല്യമാവന് പകരം മന്ത്രിയാകുന്നതേ എന്റെ അമ്മയായിരിക്കും. അതിന് യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നു കഴിഞ്ഞാ നിനക്കൊക്കെ കൊള്ളാം. പറഞ്ഞേക്കാം. രാജു, അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ പോയത്. അതൊരു വെല്ലുവിളിയാ. അവൻ പത്തി വിടർത്തുന്നത് അപകട. നമ്മളിനി എന്ത് ചെയ്യും രാജു? ആ അംബിക മന്ത്രിയാവുന്നത് തടയണം. പക്ഷേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജു, നമുക്ക് അമ്മമ്മയൊന്ന് വിളിച്ചു പറഞ്ഞാലോ? വിളിച്ചു നോക്ക്. പറയാം മോളെ. അമ്മമ്മേ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. അത് പറയാനാ വിളിച്ച്. എന്താ മോളെ? അമ്മമ്മേ, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ ആ അംബിക മന്ത്രിയാവാനുള്ള ഒരുക്കത്തില്. അത് നമുക്ക് തടയണം അമ്മമ്മേ. എനിക്ക് ഈ വൃത്തികെട്ട പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മോൾ ആ കാര്യം വിട്ടുകള. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതാപന്റെ ആരോഗ്യമാണ്. പ്രതാപന് നമുക്ക് തിരിച്ചു വേണം. മറ്റൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ല. ഞാനിപ്പോ അമ്പലത്തിലേക്ക് പോവാ. അവൻ കണ്ണു തുറന്നു കഴിഞ്ഞേ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരൂ. മോള് ഫോൺ വെക്കേ. എന്താ അകലേ